നമസ്കാരം, വെൽക്കം ടു PSC ചലഞ്ചർ. ഞാൻ അഖിൽ. 2021 മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്ത് കേരളം എന്ന ഭാഗത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 30 പോയിൻറ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം കൂടി കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാവും. ശേഷം ഇന്ത്യ, വേൾഡ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലാസ്സുകൾ ഡിലേ ആകുന്നു എന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അവരോട് ഞാൻ ആദ്യമേ പറയുകയാണ്, ഈ ആഴ്ച കൊണ്ട് നമ്മൾ മാർച്ചിലെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് കൊണ്ട് ഏപ്രിലെ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്ന കൂടുതലും ആൾക്കാരും കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രം ഈ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. കറണ്ട് അഫേഴ്സ് മാത്രമല്ല, മലയാളം, കേരള ഹിസ്റ്ററി, IT, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ LGSകാർക്ക് വേണ്ടി മോക്ക് ടെസ്റ്റുകൾ, SSCRT സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെ കുറച്ചധികം കോഴ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം എനിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കറണ്ട് അഫേഴ്സ് മാത്രം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ക്ലാസ് കുറച്ച് ഡിലേ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അറിയിച്ചിരുന്നു, ഈ ആഴ്ച കൊണ്ട് നമ്മൾ മാർച്ചിലെ ക്ലാസ്സുകളും അതേപോലെ നെക്സ്റ്റ് വീക്ക് കൊണ്ട് ഏപ്രിലെ ക്ലാസ്സുകളും തീർക്കുമെന്ന്. അപ്പോൾ അതിലൊരു സംശയം വേണ്ട. ഒരുപാട് പേര് സംശയം പ്രകടിപ്പിച്ചു, നമ്മൾ എക്സാമിന് മുമ്പ് കറണ്ട് അഫേഴ്സ് മുഴുവൻ കവർ ചെയ്യുമെന്ന്. നിങ്ങൾക്കതിൽ സംശയം കാണും, പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ 100% കോൺഫിഡൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പൂർത്തീകരിക്കും. അതേപോലെ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഈ ആഴ്ച കൊണ്ട് തന്നെ മാർച്ചിലെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഏപ്രിൽ, അങ്ങനെ ഓരോ ആഴ്ചയിലായിട്ട് നമ്മൾ ഓരോ മാസത്തിലെ ക്ലാസ്സുകൾ കവർ ചെയ്ത് പോകും. ഒപ്പം തന്നെ നമ്മൾ 2020 കംപ്ലീറ്റ് ചെയ്തതിൽ കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ ഇടയ്ക്ക് ക്ലാസ്സുകളായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ ടോപ്പിക്കിലും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം എനിക്ക് പരിഗണിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ചിലപ്പോൾ 1-2 ദിവസത്തെ ഗ്യാപ്പിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഓർഡറിൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഞാൻ ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീൻസ് ഏത് ദിവസം ഇത് ഇടണം, ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാണ്. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. നിങ്ങളെല്ലാവരും അക്കാഡമി പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ പുതിയൊരു എക്സാം സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ എക്സാംസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എക്സാം ലിങ്കിൽ കയറി PSC ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ PSC ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആ എക്സാംസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ജൂലൈ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 100 മാർക്കിൻ്റെ എക്സാംസ് ആണ്. അതേപോലെ രാത്രി 8 മണിക്ക്, ജൂലൈ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 മണിക്ക് LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും 100 മാർക്കിൻ്റെ എക്സാം. ഈ എക്സാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. PSC ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്ത് നമ്മുടെ ആപ്പിൽ ഈ എക്സാംസ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത, ഈ എക്സാംസിൽ ഫസ്റ്റ് റാങ്കിൽ എത്തുന്ന ആൾക്ക് 1 വർഷത്തേക്ക് അക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. 2 മുതൽ 5 റാങ്ക് വാങ്ങുന്ന ആളുകൾക്ക് 75% സ്കോളർഷിപ്പോട് കൂടി 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നു. 6 മുതൽ 10 റാങ്കിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 50% സ്കോളർഷിപ്പോട് കൂടി 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ എക്സാംസ് അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് PSC ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? വിളപ്പിൽ ശാല, തിരുവനന്തപുരം. ശ്രദ്ധിച്ചോണം, PSC ബുള്ളറ്റിനിൽ നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങൾ പോലും ന്യൂസ് പേപ്പറിൽ വന്നത് ഞാൻ ഒഴിവാക്കുന്നില്ല. നിങ്ങൾക്കൊരു റിവിഷൻ ഫീലിംഗ് കിട്ടാൻ വേണ്ടി വീണ്ടും അതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PSC ബുള്ളറ്റിനിൽ ഇതിൽ മിക്ക കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരിക്കും. നമ്മൾ 2-3 ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസുകളാണ് ഇതെല്ലാം, അതും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നന്നായിട്ട് പഠിച്ചവർക്ക് ഒരു റിവിഷൻ ഫീലിംഗ് ഇവിടെ ലഭിക്കും. അതുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല, നമുക്കറിയാം കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനെല്ലാം വേണ്ടി നിലവിൽ വന്ന സർവകലാശാലയായിരുന്നു APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ശാലയിലാണ് സ്ഥാപിതമാകുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു അവാർഡാണ് 2019-20 GV രാജ പുരസ്കാര ജേതാക്കൾ കുഞ്ഞു മുഹമ്മദും മയൂഖ ജോണിയും രണ്ടുപേരും അത്ലറ്റിക് താരങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്.
2019-20 ഇപ്പോൾ ശ്രദ്ധിച്ചോണം, 21 ആയതേ ഉള്ളൂ എങ്കിലും 19-20 അവാർഡാണ് അടുത്തിടെ പ്രഖ്യാപിച്ചത്. കുഞ്ഞു മുഹമ്മദും മയൂഖ ജോണിയുമാണ് ജേതാക്കൾ. നമുക്കറിയാം, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കേണൽ ഗോധവർമ്മ രാജ. അതേപോലെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന കായിക ദിനമായി നമ്മൾ ആചരിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാണ്, ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന എന്നാണ്, ഒക്ടോബർ 13 കാരണം അത് GV രാജയുടെ ജന്മദിനമാണ്. അപ്പോൾ GV രാജയെക്കുറിച്ച് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ്. അതേപോലെ BCCI അംഗമായ ആദ്യ മലയാളി, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ, BCCI അംഗമായ ആദ്യ മലയാളിയായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അതും GV രാജയാണ്. അതേപോലെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ ഇദ്ദേഹമായിരുന്നു. അതുപോലെ GV രാജ സ്പോർട്സ് സ്കൂൾ ഉണ്ട്, നമുക്കറിയാം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ പരമോന്നത കായിക പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. നിലവിൽ 3 ലക്ഷം രൂപ പ്രൈസ് മണിയുള്ളൊരു പുരസ്കാരമാണ്. 2019-20 ജേതാക്കൾ ആരൊക്കെയാണ്? കുഞ്ഞു മുഹമ്മദും മയൂഖ ജോണിയുമാണ്. വീണ്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്, അവാർഡിനോടൊപ്പം പ്രഖ്യാപിച്ചാണ്. 2019-20 ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ബോക്സിംഗ് പരിശീലകൻ ചന്ദ്രലാലാണ്. ഈ അവാർഡിനോടൊപ്പം പ്രഖ്യാപിച്ചാണ് 2019-20 ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ബോക്സിംഗ് പരിശീലകൻ ആരാണ്? ചന്ദ്രലാലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 2019-20 ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ബോക്സിംഗ് പരിശീലകൻ ആരാണ്? ചന്ദ്രലാൽ. വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാര ജേതാവ്. സംസ്ഥാന സർക്കാർ ശാസ്ത്രീയ സംഗീത മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം. ഇതിനോടകം നമ്മളിത് പലയിടത്തും കണ്ടതാണ്. ആരാണ് ജേതാവ്? ഡോക്ടർ K ഓമനക്കുട്ടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാലാണ് ഡോക്ടർ K ഓമനക്കുട്ടി. വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ 2020 SL പുരം സദാനന്ദൻ പുരസ്കാര ജേതാവ്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാടക മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് SL പുരം സദാനന്ദൻ പുരസ്കാരം. ഇത് 2020 ആർക്ക് ലഭിച്ചു? ഇബ്രാഹിം വേങ്ങര. ആർക്ക് ലഭിച്ചു? ഇബ്രാഹിം വേങ്ങര. സംസ്ഥാന സർക്കാരിന്റെ 2020 SL പുരം സദാനന്ദൻ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാലാണ് ഇബ്രാഹിം വേങ്ങര. വീണ്ടും അടുത്തിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് PS ഗോപിനാഥൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു. ഫെബ്രുവരി മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് PS ഗോപിനാഥൻ. ആരാണ്? ജസ്റ്റിസ് PS ഗോപിനാഥൻ. നെക്സ്റ്റ്, കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ പേരാണ് സാഗരിക. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് കൊച്ചി തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് ചോദിക്കാം. കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ പേരാണെന്ത്? സാഗരിക. പട്ടിക പേരെന്താണ്? സാഗരിക. നെക്സ്റ്റ്, 2021 പൂന്താനം ദിനമായി ആചരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി 17 സാധാരണ പൂന്താനം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കുംഭമാസത്തിലെ അശ്വതി നാളാണ്. അപ്പോൾ 2021 പൂന്താനം ദിനം എന്നായിരുന്നു? ഫെബ്രുവരി 17 നമുക്കറിയാം പൂന്താനം ജനിച്ചത് വള്ളുവനാടിലാണ്. ഇന്നത്തെ മലപ്പുറം, പെരിന്തൽമണ്ണയ്ക്കടുത്താണ്, ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കും. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം. ജ്ഞാനപ്പാന അറിയാത്താരുമില്ല. അതുപോലെ ശ്രീകൃഷ്ണ കർണാമൃതം എന്നൊരു കൃതിയുണ്ട്, അതും പൂന്താനത്തിന്റെ കൃതികളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പൂന്താനത്തിന്റെ കൃതികളാണ് ഏതൊക്കെ? ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം. അപ്പോൾ പട്ടിക 2021 പൂന്താനം ദിനമായി നമ്മൾ ആചരിച്ച ഏത് ദിവസമാണ്? ഫെബ്രുവരി 17. വീണ്ടും 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ. ചോദിക്കാൻ സാധ്യതയുള്ള മേഖല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. S ഹരീഷ്, നോവൽ മീശ, നോവൽ വിഭാഗത്തിൽ S ഹരീഷിനാണ് പുരസ്കാരം ലഭിച്ചത്. മീശ എന്ന നോവലിനാണ്. അതുപോലെ കവിതാ വിഭാഗത്തിൽ 2 പേർക്ക് ലഭിച്ചു. P രാമന് രാത്രി 12:30 താരാട്ട് എന്ന കവിതയ്ക്കും MR രേണുകുമാറിന് കൊതിയൻ എന്ന കവിതയ്ക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ S ഹരീഷ്. ഏതാണ് നോവൽ? മീശ എന്ന നോവലിനാണ് S ഹരീഷിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. P രാമന് രാത്രി 12:30 താരാട്ട് എന്ന കവിതയ്ക്കും MR രേണുകുമാറിന് കൊതിയൻ എന്ന കവിതയ്ക്കുമാണ് പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ്, കേരള ഫോക്ലോർ അക്കാദമിയുടെ 2020 സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ്. കേരള ഫോക്ലോർ അക്കാദമി നമുക്കറിയാം 1995 മുതൽ
കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, കണ്ണൂരിലെ ചിറക്കലാണ് ആസ്ഥാനം, സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാഡമി. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാഡമിയുടെ 2020 സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ VM കുട്ടിയാണ്. മാപ്പിളപ്പാട്ട് ഗായകനായ VM കുട്ടിയാണ്. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാഡമിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാഡമി സ്ഥാപിതമായത് 1995 ആസ്ഥാനം ചിറക്കൽ കണ്ണൂരാണ്. അതുപോലെ കേരള ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പൊലി എന്നാണ്. കേരള ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? പൊലി എന്നാണ് കേരള ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര്. അതും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവ്. നമുക്കറിയാം, കഥകളി അടിസ്ഥാനമാക്കി കേരള നടനം എന്നൊരു കലാരൂപം ആവിഷ്കരിച്ച വ്യക്തിയായിരുന്നു ആര്? ഗുരു ഗോപിനാഥ്. നമുക്കറിയാം, ഗുരു ഗോപിനാഥ് നടന കേന്ദ്രമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ. 1995 മുതൽ നമ്മുടെ സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ഇന്ദിരാ പി ബോറയാണ്. ആസാമിൽ നിന്നുള്ള നർത്തകിയാണ്. സാത്രിയ, നമുക്കറിയാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സാത്രിയ എന്ന കലാരൂപം ആസാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാ പി വോറ. ആരാണ്? ഇന്ദിരാ പി വോറ. ആസാമിൽ നിന്നുള്ള സാത്രിയ നർത്തകിയാണ്. പഠിക്കുക, 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവ് ആരാണ്? ഇന്ദിരാ പി വോറ. വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വൈകും മുമ്പേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഋഷിരാജ് സിംഗ് ആണ്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ കൃതികൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകും മുമ്പേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാലാണ്? ഋഷിരാജ് സിംഗ് ആണ് വൈകും മുമ്പേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. നെക്സ്റ്റ്, സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ വിലക്കുകൾ അവസാനിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പ്രചരണ പരിപാടി. ശ്രദ്ധിച്ചോണം, ഇത് ഫെബ്രുവരിയിലാണ്. ഇപ്പോഴത്തെ ഇഷ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, കുറച്ചു നാൾ മുമ്പ് ആരംഭിച്ചൊരു ക്യാമ്പയിൻ ആയിരുന്നു. സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ വിലക്കുകൾ അവസാനിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പ്രചരണ പരിപാടി. എന്താണ്? ഇനി വേണ്ട വിട്ടുവീഴ്ച. സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യ വിലക്കുകൾ അവസാനിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പ്രചരണ പരിപാടിയുടെ പേരാണെന്ത്? ഇനി വേണ്ട വിട്ടുവീഴ്ച. വീണ്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 2021 മാർച്ചിൽ അന്തരിച്ച മലയാളിയായ ഭാസ്കർ മേനോൻ ഏത് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? സംഗീത വ്യവസായിയായിരുന്നു. EMI മ്യൂസിക് വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. 2021 മാർച്ചിൽ അന്തരിച്ച മലയാളിയായ ഭാസ്കർ മേനോൻ ഏത് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയായിരുന്നു? സംഗീത വ്യവസായി. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2021 മാർച്ചിൽ അന്തരിച്ച മലയാളിയായ ഭാസ്കർ മേനോൻ ഏത് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? സംഗീത വ്യവസായി. നെക്സ്റ്റ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് നടത്തിയത്? 50% ബൂത്തിലാണ്. അതായത് ബൂത്തിലെ പ്രവർത്തനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് നടത്തിയത്? 50% ബൂത്തിലാണ്. അതൊന്ന് ഓർത്തിരിക്കുക, ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നമുക്കറിയാം 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. 2014 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിരുന്നു. 2014 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കൃതിയുണ്ട്. കാളിദാസന്റെ ഋതുസംഹാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവിയാരെന്ന് ചോദിച്ചാൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. അടുത്തിടെ അന്തരിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുക. നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാളിദാസന്റെ ഋതുസംഹാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരെന്ന് ചോദിച്ചാലാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. കാളിദാസന്റെ ഋതുസംഹാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരെന്ന് ചോദിച്ചാലാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. പഠിക്കേണ്ട പോയിന്റ് ആണ്. വീണ്ടും 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കൊങ്കണി സാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം നേടിയ കേരളീയനാണ് RS ഭാസ്കർ. വലിയ വാർത്താ പ്രാധാന്യമുള്ളൊരു സംഭവമായിരുന്നു. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കൊങ്കണി സാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം നേടിയ കേരളീയൻ ആരാണ്? RS ഭാസ്കർ. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കൊങ്കണി സാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം നേടിയ കേരളീയൻ ആരെന്ന് ചോദിച്ചാലാണ്? RS ഭാസ്കർ. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കൊങ്കണി സാഹിത്യ കൃതിക്കുള്ള പുരസ്കാരം നേടിയ കേരളീയനാണ് RS ഭാസ്കർ. വീണ്ടും 2021 ഫെബ്രുവരിയിൽ ഓൺലൈൻ റമ്മി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2021 ഫെബ്രുവരിയിൽ ഓൺലൈൻ റമ്മി കളിക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അല്ലെങ്കിൽ നിരോധിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് കേരളം. പഠിക്കുക, 2021 ഫെബ്രുവരിയിൽ ഓൺലൈൻ റമ്മി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. വീണ്ടും
ബഹിരാകാശ മേഖലയിലെ വാണിജ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച NSIL, എല്ലാവർക്കും അറിയാം, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ്. 2019 ബാംഗ്ലൂർ ബേസ്ഡ് സ്ഥാപിതമായതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞനായിരുന്നു G. നാരായണൻ. പഠിച്ചോണം, ബഹിരാകാശ മേഖലയിലെ വാണിജ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? G. നാരായണൻ. ബഹിരാകാശ മേഖലയിലെ വാണിജ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാരാണ്? G. നാരായണൻ. വീണ്ടും, അത്ലറ്റിക്സിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകി മികച്ച അത്ലറ്റുകളായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്പ്രിന്റ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു പദ്ധതിയാണ്. അത്ലറ്റിക്സിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകി മികച്ച അത്ലറ്റുകളായി വളർത്തിയെടുക്കാനായി കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? സ്പ്രിന്റ്. അത്ലറ്റിക്സിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകി മികച്ച അത്ലറ്റുകളായി വളർത്തിയെടുക്കാനായി കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? സ്പ്രിന്റ്. വീണ്ടും, കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി IM വിജയനാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആര്? IM വിജയൻ. കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? IM വിജയൻ. വീണ്ടും, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഐക്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാറാണ്? സഞ്ജു സാംസൺ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. അപ്പോൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാറാണ്? സഞ്ജു സാംസൺ. ഇനി 2021 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെക്കുറിച്ചാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ വേദി, സാധാരണ തിരുവനന്തപുരമാണ് വേദി 4 സെറ്റ് ചെയ്തത്. തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, കണ്ണൂർ. ചിലപ്പോൾ ചോദിക്കാം, ഇത് 25ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയായിരുന്നു. ശ്രദ്ധിച്ചോണം, 2021 നടന്നത് 25ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. സാധാരണ ഫിക്സ്ഡ് വേദി തിരുവനന്തപുരമാണ്. ഇത്തവണ തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, കണ്ണൂർ ഈ 4 വേദി സെറ്റ് ചെയ്തിരുന്നത്. ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നത് 2021 25ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് വേദി അല്ലാത്ത സ്ഥലം ഏതെന്ന്. ഇതിലില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഇട്ട് തരും. ഏതൊക്കെയാണ് അപ്പം? തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, കണ്ണൂർ. ഇനി ഇവിടെ നിന്നും ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിസ് ഈസ് നോട്ട് എ ബെറിയർ, ഇറ്റ് ഈസ് എ റിസറക്ഷൻ. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആഫ്രിക്കൻ ചിത്രമാണ്. ദിസ് ഈസ് നോട്ട് എ ബെറിയർ, ഇറ്റ്സ് എ റിസറക്ഷൻ. ഇതാണ് മികച്ച ചിത്രം. മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരമാണ്. ഇത് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ലെമോ ഹാങ് ജെറേമിയ മോസസ്. ഇപ്പം ജെറേമിയ മോസസ് എന്ന് ഓർത്തിരിക്കുക, ഒരു വലിയ പേരുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ഏത് ചിത്രത്തിനാണ്? ദിസ് ഈസ് നോട്ട് എ ബെറിയർ, ഇറ്റ്സ് എ റിസറക്ഷൻ. സംവിധാനമാരാണ്? ലെമോ ഹാങ് ജെറേമിയ മോസസ്. ദെൻ മികച്ച സംവിധായകനായിരുന്നു ബമ്മാൻ തബൂസി. അത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം എന്ന് പറയുന്നത് രജത ചകോരമാണ്. ദ നെയിംസ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച സംവിധായകനാരായിരുന്നു? ബമ്മാൻ തബൂസി ആയിരുന്നു. രജത ചകോരമാണ് മികച്ച സംവിധായകൻ ലഭിക്കുന്നത്. ചിത്രമാണിത് ദ നെയിംസ് ഓഫ് ദ ഫ്ലവേഴ്സ്. ചിത്രമാണിത് ദ നെയിംസ് ഓഫ് ദ ഫ്ലവേഴ്സ്. വീണ്ടും, ജനപ്രീതി നേടിയ മലയാള ചലച്ചിത്രമായിരുന്നു ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ജനപ്രീതി നേടിയ മലയാള ചലച്ചിത്രമായിരുന്നു ചുരുളി. ഇത് സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, പ്രേക്ഷകപ്രീതി നേടിയ മലയാള ചിത്രം ഏതായിരുന്നു? ചുരുളിയാണ്. സംവിധാനം ചെയ്താരാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരി. അതേപോലെ മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിനാണ്. ഇത് സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്ന്. ഏത് ചിത്രത്തിനാണ്? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയ്ക്കാണ്. സംവിധാനം രതീഷ് ബാലകൃഷ്ണൻ. അതേപോലെ മികച്ച മലയാള ചിത്രത്തിനുള്ള നാറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് മ്യൂസിക്കൽ ചെയർ എന്ന ചിത്രത്തിനാണ്. ഇത് സംവിധാനം ചെയ്തത് വിപിൻ ആറ്റ്ലിയാണ്. മികച്ച ചിത്രത്തിനുള്ള നാറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് മ്യൂസിക്കൽ ചെയർ എന്ന ചിത്രത്തിനാണ്. ഇത് സംവിധാനം ചെയ്ത വിപിൻ ആറ്റ്ലിയാണ്. ആരാണ്? വിപിൻ ആറ്റ്ലി. ഇപ്പോൾ കേരളത്തിൽ നടന്ന
2021 25ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയെക്കുറിച്ച് ഇത്രയും പോയിന്റ്സ് മിനിമം പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളും പൂർണ്ണമായും എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് പേര് സംശയം പറഞ്ഞു ഈ ക്ലാസ് എക്സാമിന് മുമ്പ് തീരില്ല എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് എക്സാമിന് മുമ്പ് തീരും. നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം റിവിഷൻ നമ്മൾ ചെയ്യും, അതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, പരീക്ഷയ്ക്ക് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുകയും ചെയ്യും, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇത്രയും ക്ഷമയോടെ കേട്ട, നോട്ട് എഴുതിയ അല്ലെങ്കിൽ കൃത്യമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം വരുന്നു. നിലവിലെ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആര്? ക്വസ്റ്റ്യൻ ഇതാണ്, നിലവിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആര്? ഈ പദവിയൊക്കെ സ്ഥിരമായി പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. അറിയാത്തവരത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അറിയാവുന്ന എല്ലാവരും ഇവിടെ ആൻസർ ചെയ്യണം. ഒപ്പം തന്നെ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.